പാടുകയും ചെയ്ത ചരിത്രത്തിന്റെ വായനക്കാർ മാത്രമായിരുന്നു സ്ത്രീകൾ. പുരുഷൻ എന്ന അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുക മാത്രം ചെയ്തിരുന്ന സ്ത്രീ സ്വയം അച്ചുതണ്ടായി മാറുകയും പുരുഷന്മാർ അവരുടെ ചെയ്തികൾക്കായി കാത്തിരിക്കുന്ന യുഗപ്പിറവിക്ക് ഞങ്ങൾ നന്ദി കുറിക്കുന്നു. ശ്രീമതി KR മീരയുടെ നോവലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ദൃശ്യ ആവിഷ്കാരം ആരാച്ചാർ. അരങ്ങത്ത് എന്റെ കുഞ്ഞിന്റെ നൃത്തം കണ്ടിട്ട് എത്ര കാലമായി. എന്റെ മോളൊരു നല്ല തുണി ഇട്ടിട്ട് നാളുകൾ എത്രയായി. എല്ലാവരും ഒടുവിൽ എത്തിച്ചേരുന്ന ഗംഗാതീരത്തെ നീന്തല ശ്മശാനത്തിലേക്കുള്ള വഴിയല്ല ഇത്. നാം സ്ഥിരമായി കാണുന്ന കാഴ്ചയും. പിന്നെ എന്തിനാ മോളെ നീ ഇങ്ങനെ വിഷമിക്കുന്നേ? മരണം കുത്തിപ്പറിച്ച ജീവിതങ്ങൾ കണ്ട് സഹിക്കാനാവുന്നില്ലമ്മ. പൂർത്തിയാകാത്ത എത്രയെത്ര സ്വപ്നങ്ങളാണ് ആ ശവവണ്ടിക്കൊപ്പം സഞ്ചരിക്കുന്നത്. നീ അതൊന്നും ഓർത്ത് വിഷമിക്കാതെ എളുപ്പം പോയി വെള്ളം ചൂടാക്ക്. അച്ഛൻ ഇപ്പൊ വരും. ആരേച്ചാരുടെ തൊഴിലിനെ പറ്റി ഇവന്മാർക്ക് എന്തറിയാം? പൊതുമുത്തച്ഛന്മാരായി ഒരു പിഴവും കൂടാതെ ചെയ്ത കുലത്തൊഴില്ല ഇവന്മാരെ എന്നെ പഠിപ്പിക്കാൻ വന്നേക്കും. അച്ഛൻ നല്ല ദേഷ്യത്തിലാണല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ അച്ഛാ? ഇല്ല മോളെ, ഒരു കുഴപ്പവുമില്ല. അറിഞ്ഞില്ലേ? വാർത്തയുണ്ട്, സന്തോഷ വാർത്ത. യതീന്ദ്രനാഥ് ബാനർജിയുടെ ദയാഹർജി രാഷ്ട്രപതി തള്ളി. മോളെ ചെയ്തു, ഈ വാർത്ത കൊണ്ടുവന്ന മാമനെ ഒരു വടപ്പാവ് തന്നൂടെ? കണ്ണിച്ചോരയില്ലാത്തവൻ. ഒരു മനുഷ്യ ജീവന് വലിയ വിലയുണ്ട്. 10-14 കൊല്ലമായില്ലേ ഒരു തൂക്കിക്കൊല കിട്ടിയിട്ട്? കാലം അത്രയും പട്ടിണിയായിരുന്നില്ലേ? ഇതൊരു മാറ്റം വരുമല്ലോ എന്ന് ഓർത്ത് പറഞ്ഞുകൊണ്ട് പോയതാ. അറിയാം സുഖദേവ്, അറിയാം. 451 പേരെ ഈ കൈകൾ കൊണ്ട് ഒരു പിഴവും കൂടാതെ തീർത്തു. അതിന് കിട്ടുന്ന തുച്ഛമായ പ്രതിഫലമാണ് ആരാച്ചാരുടെ കൂലി. എൻ്റെ മകൾ ചേതുവിൻ്റെ ഒരു സർക്കാർ ജോലിക്കാര്യം എത്ര നാളുകൊണ്ടാ സൂപ്രണ്ടേമാനോട് പറയുക. യതീന്ദ്രനാഥിനെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് എനിക്കത് വാങ്ങിയെടുക്കണം. ആരാച്ചാരുടെ ജീവന് തങ്കത്തെക്കാൾ വിലയുള്ള സമയമാണിത്. ഈ അവസരം നീ പാഴാക്കരുത്. ഞാൻ ഇറങ്ങിയാൽ ഹർജി തള്ളിയ നിലയ്ക്ക് ഉടനെ കാണും. ഈ തെരുവിൽ ഇനി ആരോടാ കടച്ചോദിക്കുക? എനിക്കറിയില്ല എത്ര കാലം ഇങ്ങനെ പട്ടിണി കിടക്കും. തൂക്കുകയറാണ് ആരാച്ചാരുടെ സത്യം. ഈശ്വരൻ അറിഞ്ഞുകൊണ്ടായിരിക്കും ഈ ദയാഹർജി തള്ളിയത്. അവിടെ സേതുവിന്റെ ജോലി ശരിയാവും, പട്ടിണിയും മാറും. വെള്ളം ചൂടായിട്ടുണ്ട്, വന്ന് കുടിക്ക്. ഇനി ശരീരമൊക്കെ ശ്രദ്ധിക്കണം. 10-14 വർഷമായില്ലേ നിങ്ങൾ ഈ പണി ചെയ്തിട്ട്? ഹലോ, ആ സാർ. സാർ, ആ ഓർഡർ ഞാൻ കൈപ്പറ്റിയിട്ടില്ല. എന്റെ മകൾക്ക് ജോലി കൊടുത്താലേ തൂക്കിക്കണക്കുള്ള ഓർഡർ ഞാൻ സ്വീകരിക്കൂ. ആ സാർ, ഈ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. സാർ, സാർ എന്താണ് ഈ പറയുന്നത്? എനിക്ക് മാനസികവും ശാരീരികവുമായി ഒരു കുഴപ്പവുമില്ല സാർ. ഓക്കെ സാർ. മകൾക്ക് ജോലി കൊടുത്താലേ ആ ഓർഡർ ഞാൻ കൈപ്പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോ സൂപ്രണ്ടേമാൻ പറയുകയാണ്,
പിത്താമാലിക് മാനസികവും ശാരീരികവുമായി ഫിറ്റല്ലെന്ന്. ഈശ്വര, നമ്മളിനി എങ്ങനെ ജീവിക്കും? ഇല്ല, സമ്മതിക്കില്ല ഞാനതിന്. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. ചേതു, നീ എന്തെടുക്കയാ അവിടെ? അമ്മേ, എന്റെ പഞ്ചവർണ്ണക്കിളിയെ പിടിക്കാൻ ഒരു പൂച്ച ഇങ്ങനെ പതിയിരിക്കുന്നു. അതെന്തെങ്കിലും ആവട്ടെ, നീ ഇങ്ങോട്ട് വന്നേ. അയ്യോ അയ്യോ, എന്റെ പഞ്ചവർണ്ണക്കിളി! അമ്മേ, എന്റെ പഞ്ചവർണ്ണക്കിളി ആ പൂച്ച കൊന്നു. ഇതായിരുന്നു ഇത്ര വലിയ കാര്യം? നീ പേടിച്ചിരുന്നല്ലോ മോളെ. ഈ നീലാകാശത്ത് ഉയരത്തിൽ പാറി നടക്കേണ്ട എന്റെ പഞ്ചവർണ്ണക്കിളിയാണ് ആ കോടം പൂച്ച കഴുത്തോടിച്ച് കൊടഞ്ഞു കൊടഞ്ഞ്. എന്റെ ചേതു, നീ ഇങ്ങനെ ശുദ്ധാധികാരിയാകല്ലേ. ആ മോളെ, പെട്ടെന്ന് പോയി TV വെക്ക്. ഇന്ന് CNG ചാനലിൽ അച്ഛന്റെ ഇന്റർവ്യൂ ഉണ്ട്. മോനെ രാമു, വർഷങ്ങൾക്ക് മുമ്പ് ഗവൺമെന്റ് എനിക്ക് തന്ന വാക്കാണ് എന്റെ മകൾ ചേതുവിന് സർക്കാർ ജോലി കൊടുക്കാമെന്ന്. ആ ഓർഡർ കൈപ്പറ്റുന്നത് വരെ, ആ ഓർഡർ കൊടുക്കാതെ തൂക്കിക്കൊലക്കൽ ഓർഡർ ഞാൻ കൈപ്പറ്റുകയില്ല. എന്റെ ജീവിതം ഞാൻ ഗവൺമെന്റിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. അതുമൂലം എന്റെ കുടുംബത്തിനുണ്ടായ നഷ്ടം ചെറുതല്ല. അമർത്യാഘോഷിന്റെ മകനെ തൂക്കിക്കൊന്നതിന്റെ പ്രതികാരമായി അയാളുടെ അച്ഛൻ എന്റെ മകൻ രാംദേവിന്റെ 2 കാലുകളുടെയും ചലനശേഷി ഇല്ലാതാക്കി. അവൻ ഒരു നല്ല ഫുട്ബോൾ കളിക്കാരനായിരുന്നു. മകന്റെ അഭാവത്തിൽ ആരാച്ചരുടെ ജോലി ഏൽപ്പിക്കാൻ മകളെയാണോ ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്? അതിനവളൊരു പെണ്ണല്ലേ? എന്താണ് പെണ്ണിന് ആരാച്ചാരായ? ഈ ലോകത്ത് പുരുഷന്മാർ ചെയ്യുന്ന എല്ലാ ജോലികളും സ്ത്രീകൾക്കും ചെയ്യാൻ കഴിയും. ശരിയാണ്, എനിക്കത് സമ്മതമാണ്. എന്റെ മകളെ ആരാച്ചാരുടെ തൊഴിലേൽപ്പിക്കാൻ എനിക്ക് സമ്മതമാണ്. അമ്മ, അച്ഛൻ എന്തായി പറയുന്നേ? ഇല്ല, എനിക്ക് പറ്റില്ല. ഇല്ലമ്മ, എനിക്ക് പറ്റില്ല. എനിക്ക് സമയമില്ല. ഇല്ല, എനിക്ക് പറ്റില്ല. എനിക്ക് പറ്റില്ല അമ്മ. മോളെ, അച്ഛൻ. അച്ഛാ, അച്ഛാ, ഞാനാണോ ഈ നിയന്ത്രണത്തിന് തൂക്കേറിടേണ്ടത്? അതെ, എന്റെ പിൻഗാമി നീയാണ്. എങ്ങനെ? ഒരു ഉറുമ്പിനെ പോലും കൊല്ലാൻ കഴിയാത്ത ഞാൻ എങ്ങനെ ഒരു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നത്? എനിക്ക് പറ്റില്ല അച്ഛാ, എനിക്ക് പറ്റില്ല. അവൾ ഒരു തൊട്ടാവാടി പെണ്ണല്ലേ, അവക്കതിന് കഴിയുമോ? എന്തുകൊണ്ട് കഴിയില്ല? കഴിഞ്ഞില്ലെങ്കിൽ പട്ടിണി കിടന്ന് ഈ പുഴയിൽ ചാടി മരിക്കാം. ഇതിലും ഭേദം അതാണ് അച്ഛാ. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. അവളെ ചെയ്തു. ആരാച്ചാരൊരു വാടക കൊലയാളിയല്ല, ഉത്തരവാദിത്തപ്പെട്ട ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ആരാച്ചാരും കൊലയാളിയും തമ്മിൽ എന്ത് വ്യത്യാസമാണ് അച്ഛാ? കൊലയാളി അയാൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ സ്വയം നടപ്പിലാക്കുന്നു. കോടതിക്ക് ബോധ്യപ്പെട്ട ശരികൾ ആരാച്ചാരും. രണ്ടും കൊലപാതകം തന്നെ. ഇവൾക്ക് ഈ വീട്ടിൽ നിന്നും വെള്ളം കൊടുക്കരുത്. ഇവളെ കൊണ്ട് അനുസരിപ്പിക്കാമെന്നോ? ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ ഇല്ല. ഇല്ല. എന്റെ ഈശ്വര, എന്തൊരു വിധി! അവളൊരു കൊച്ചു കുട്ടിയല്ലേ, ബുദ്ധിമോശം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞു പോയതായിരിക്കും. അവൾക്ക് ഈ വീട്ടിലെ പ്രാരാബ്ദങ്ങൾ അറിയാവുന്നതല്ലേ? അച്ഛാ, ഇല്ല, അവൾ സമ്മതം മൂടുന്നവരെ പുറം ലോകം കാണില്ല.
അച്ഛാ, വാതിൽ തുറക്ക്. അമ്മേ, വാതിൽ തുറക്ക്. അച്ഛാ, എനിക്ക് സമ്മതമാണ്. ആരാച്ചാരാവാൻ എനിക്ക് സമ്മതമാണ്. ദേവി, വാതിൽ തുറക്കൂ. എത്ര പേര് വേണമെങ്കിലും തൂക്കിലേറ്റാൻ എനിക്ക് സമ്മതമാണ്. മോളെ ചെയ്തു, ഇപ്പോഴാണ് നീ എന്റെ മകളായത്. ഒരു പശുവിനെയോ കോഴിയോ കൊല്ലുന്നത് പോലെ അല്ല ഒരു മനുഷ്യനെ കൊല്ലുന്നത്. അതിന് കൃത്യമായ ചില കണക്കുകളൊക്കെ ഉണ്ട്. ദേവി, നീ ആ കയറിങ്ങെടുത്ത് വരൂ. മോളെ, വൃദ്ധാമാലിക്കിന്റെ മകൾ ഒരു ഭയവും കൂടാതെ യതീന്ദ്രനാഥിനെ തൂക്കിലെത്തണം. മാലിക്കന്മാരുടെ അഭിമാനമാണ് ഈ തൂക്കുകയർ. ചെയ്തു, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ആയിരക്കണക്കിന് വർഷങ്ങളായി നമ്മുടെ പിതാമഹന്മാർ ചെയ്യുന്ന കുലത്തൊഴിലല്ലേ. ഞാനായിട്ട് ആർക്കും അപമാനം വരുത്തി വെക്കില്ല. കയർ പ്രതിയുടെ തൂക്കത്തിനനുസരിച്ച് വേണം കയറിന്റെ നീളം നിശ്ചയിക്കാൻ. ഇല്ലെങ്കിൽ കയറിൽ കിടന്ന് പിടയ്ക്കും, നാക്ക് കടിച്ചു മുറിക്കും. ആരാച്ചാരുടെ കഴിവുകേടാണ്. കയർ തൊണ്ടക്കുഴിയിൽ തന്നെ ഇടണം. എങ്കിലേ കഴുത്ത് ശരിക്കും ഒടിയൂ. അതിനുശേഷം കൈകൾ രണ്ടും പിന്നിൽ നിന്ന് കെട്ടണം. കറുത്ത തുണി കൊണ്ട് മുഖം മറയ്ക്കണം. അപ്പോഴും പ്രതിയുടെ കണ്ണിൽ ഒരു പ്രതീക്ഷ അവശേഷിക്കും. അവസാന നിമിഷം വരെ അയാൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കും. ഈ നിമിഷങ്ങളെ നീ മനസ്സാന്നിധ്യത്തോടെ നേരിടണം. അതിനുശേഷം ആ ലിവർ വലിക്കണം. ഈ ഇങ്ങനെ ഭയപ്പെട്ടാൽ പിന്നെ എങ്ങനെയാ മിന്നൽ വേഗത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാം? എനിക്കൊരു കുഴപ്പമില്ല. ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല. കണക്കുകൾ ഒട്ടും പിഴയ്ക്കാതെ നിമിഷ നേരം കൊണ്ട് എല്ലാം ചെയ്യാൻ എനിക്ക് കഴിയും. ജീവന്റെ അവസാന ശ്വാസം വിടുവിക്കാൻ ഈ കൈകൾക്ക് കഴിയും. സർക്കാർ പറഞ്ഞാൽ ഒന്നിനു പുറകെ ഒന്നായി എത്ര ജീവൻ വേണമെങ്കിലും ഈ ചേതന എടുക്കും. ദേവി, കാളിപൂജയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറാക്കൂ. പുലർച്ചെ പുറപ്പെടേണ്ടതാണ്. മോനെ, വാ. പെയ്യട്ടെ, മഴ തിമിർത്ത് പെയ്യട്ടെ, മണ്ണും മനസ്സും നനയട്ടെ. എന്റെ കുഞ്ഞെ, നിന്നെ കൊണ്ട് ഇതിന് കഴിയുമോന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റുള്ളവരുടെ മരണം കൊണ്ട് ഉപജീവനം കഴിയുന്നവരുടെ വേദന ആരും മനസ്സിലാക്കാനോ? അച്ഛൻ കഷ്ടപ്പെട്ട് നേടിത്തന്ന സർക്കാർ ജോലിയാണ്. എനിക്കിത് ചെയ്തേ പറ്റൂ അമ്മ. നമ്മുടെ അച്ഛന്റെ അഭിമാനം കാക്കാൻ, നമ്മുടെ കുടുംബത്തിന് നാണക്കേട് വരാതിരിക്കാൻ ഒരു കൊലയാളിയാവാൻ എനിക്ക് മടിയില്ല. എനിക്ക് മടിയില്ല. സുവർണേ, മോളെ, സുവർണ, സുവർണ, നീ അതീവ സുന്ദരിയായിരിക്കുന്നുവല്ലോ. മോളെ സുവർണെ, എന്താ മധുരപലഹാരങ്ങളൊക്കെ ആയിട്ട് വല്ല വിശേഷമുണ്ടോ? നന്നായി മോളെ. ആ മണവാട്ടി പെണ്ണെ, എങ്ങനെ നിന്റെ രാജകുമാരൻ സുന്ദരനാ? ഓ പിന്നെ, ചേതനയ്ക്കും സുവർണയ്ക്കും ഒരേ പ്രായമാണ്. സുവർണ പോകുന്നത്
കല്യാണ മണ്ഡപത്തിലേക്ക്. എന്റെ കുഞ്ഞ് ചെയ്തു പോകുന്നത് തൂക്കുകളത്തിലേക്ക്. ഈശ്വര, എന്തൊരു വിധി. അമ്മേ, അമ്മ ആദ്യത്തെ സ്ത്രീ അനാചാരുടെ അമ്മയാണ്. 451 പേരെ തൂക്കിലേറ്റിയ ഗ്രന്ഥമാലിക്കിന്റെ ഭാര്യയാണ്. ഈ അവസരത്തിൽ അമ്മ ഇങ്ങനെ സങ്കടപ്പെടാൻ പാടില്ലമ്മ. നമ്മുടെ പ്രിയപ്പെട്ടവര് സങ്കടപ്പെടാതിരിക്കാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. സുവർണ, എന്റെ ഉള്ളിൽ ഞാൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോയി വാ മോളെ. ദേവി, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായില്ലേ? മോളെ ചെയ്തു, അമ്മയുടെ അനുഗ്രഹം വാങ്ങും. അമ്മ, പ്രിയ കലാസ്നേഹികളെ, അടുത്തൊരു രംഗത്തോടെ ഈ നാടകം ഇവിടെ അവസാനിക്കുന്നു. ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർ: രചനാ സംവിധാനം പ്രദീപ് ജോൺ, സഹസംവിധാനം അനിൽ തലവടി, രംഗസജ്ജീകരണങ്ങൾ സുനിൽ വർഗീസ് ആൻഡ് ലിനു ഐസക്, പശ്ചാത്തല സംഗീതം ജിതിൻ അരവിന്ദാക്ഷൻ, അഭിനേതാക്കൾ ഗൃത മാലിക്, ഹരികൃഷ്ണൻ, ദേവി സിന്ധു ഹരി, ചേതന മഞ്ജു സുനിൽ, യതീന്ദ്രനാഥ് അനിൽ തലവടി, സുഖദേവ് തുളസീധരൻ പിള്ളൈ, രാംദേവ് അജയ്, സുവർണ ലിജി സാം, റിപ്പോർട്ടർ സാം കെ ബാബു, കോടതി പ്രതിനിധി ജോൺസൺ ബേബി ആൻഡ് ഡോക്ടർ ശാന്തിനി ജോൺ. കൈകൾ കെട്ടണം. ചേതനാജി, നിങ്ങൾ സുന്ദരിയാണ്. നിങ്ങളെപ്പോലൊരു മകൾ എനിക്കുമുണ്ട്. ഞാൻ വാരിക്കൊടുത്തെങ്കിലേ അവൾ ഭക്ഷണം കഴിക്കാറുള്ളായിരുന്നു. എനിക്ക് എന്റെ മകളെ സ്നേഹിച്ച് കൊതി തീർന്നില്ല. വീതി എന്ന സമുദ്രം എല്ലാം വിഴുങ്ങിക്കളഞ്ഞു. ഒരവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്റെ ജീവിതം മറ്റൊന്നാകുമായിരുന്നു. ചെയ്തു പോയ തെറ്റിനുള്ള ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. ഇപ്പോ എനിക്ക് ജീവിക്കാൻ കൊതി തോന്നുന്നു. യതീന്ദ്രനാഥ്, തിരുത്താനാവാത്ത വിധം പഴഞ്ചനായി പോയല്ലോ നമ്മുടെ നിയമസംഹിതകൾ. ഭരണകൂടം എത്രയോ തവണ എന്നെ തൂക്കിലേറ്റി കഴിഞ്ഞു. അവസാന തൂക്കുകയർ എന്റെ മോളെ പോലെയുള്ള നിങ്ങളുടെ കൈകൾ കൊണ്ട്. നന്നായി നന്നായി. യതീന്ദ്രനാഥ്, അവസാനമായി നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ഉണ്ട്.
എന്നെ തൂക്കിലേറ്റുന്ന ഈ മോളുടെ കൈകൾ എന്റെ ഹൃദയത്തിലൊന്ന് തൊടണം. കൺഗ്രാറ്റുലേഷൻസ്. നല്ല മെയ്വഴക്കത്തോടുകൂടി ചെയ്തിരിക്കുന്നു. ആദ്യമായി ചെയ്യാൻ തോന്നുകയില്ല. ഞാനൊരു കൊലപാതകയാണ്. ഞാനൊരു മനുഷ്യനെ പച്ചയ്ക്ക് കൊന്നു. അച്ഛന്റെ അഭിമാനത്തിനും പാരമ്പര്യത്തിനും പണത്തിനും വേണ്ടി ഈ കൈകളുകൊണ്ട് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ കൊല്ലാൻ എന്തധികാരം? നമ്മുടെ കാട നിയമങ്ങൾ മാറ്റി എഴുതേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. എന്റെ പഞ്ചവർണ്ണ കിളിയെ കൊന്ന് ആ കാടം പൂച്ചയെ കാട്ടി എത്ര ക്രൂരയാണ് ഞാൻ. যদি তোর ডাক শুনে কেউ না আসে তবে একলা চলো রে। যদি তোর ডাক শুনে কেউ না